ഹായ് ഓൾ, എല്ലാവർക്കും സൈറ ലേണിംഗ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവോൺമെന്റ് എന്ന അധ്യായത്തിലെ ഫോറസ്റ്റ് റിസോഴ്സസ് ആൻഡ് ഫോറസ്റ്റ് കൺസർവേഷൻ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. വളരെ വൈഡായിട്ടുള്ള ഒരു അധ്യായമാണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവോൺമെന്റ് എന്നുള്ളത്, അല്ലെ? വളരെ ചെറിയ ക്ലാസ്സുകളിൽ മുതൽക്കു തന്നെ, അതായത് പരിസര പഠനം എന്നൊക്കെ പേരിട്ട് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകൾ മുതൽക്കു തന്നെ എൻവോൺമെന്റിനെ പറ്റിയും മനുഷ്യരുടെ എൻവോൺമെന്റൽ ഇന്ററാക്ഷൻസിനെ പറ്റിയും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവയെ എല്ലാം ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു അധ്യായമാണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവോൺമെന്റ് എന്നുള്ളത്. ഈ ഒരു അധ്യായത്തിൽ നിന്ന് നെറ്റ് പരീക്ഷയ്ക്ക് പലപ്പോഴും പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് ഉള്ള ഏരിയകളെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ജനറൽ അവയർനെസിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വായന, കൂടുതൽ റെഫറൻസുകൾ ആവശ്യമുള്ള ഒരു അധ്യായം കൂടിയാണിത്. ഈ ഒരു അധ്യായത്തിൽ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെ? നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ മനുഷ്യർ പ്രകൃതിനെ പല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുകയും പല രീതിയിൽ യൂസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇവയെല്ലാം ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസിന്റെ ഭാഗമായി നമ്മൾ യൂസ് ചെയ്യുകയും ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന നാച്ചുറൽ റിസോഴ്സസിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫോറസ്റ്റ് റിസോഴ്സ് എന്ന് പറയുന്നത്. ഫോറസ്റ്റ് റിസോഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളും അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു വിഷയവുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫോറസ്റ്റ് റിസോഴ്സ് എന്നാൽ നമുക്കറിയാം എന്താണല്ലേ, ഫോറസ്റ്റ് എന്താണെന്നുള്ളൊരു ബേസിക് ധാരണ നമുക്കുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, എ ഫോറസ്റ്റ് ഈസ് എ നാച്ചുറൽ എക്കോസിസ്റ്റം that has multi-species and multi-aged trees as the dominant community. എന്തൊക്കെയാണ്? അതൊരു നാച്ചുറൽ എക്കോസിസ്റ്റം ആണ്, നാച്ചുറലി ഒക്കറിങ് എക്കോസിസ്റ്റം ആണ്. അതേപോലെ തന്നെ മൾട്ടി സ്പീഷീസ്, പലതരത്തിലുള്ള ജീവജാലങ്ങൾ, സ്പീഷീസ് എന്ന വാക്കുകൊണ്ട് ജീവജാലങ്ങൾ എന്ന് അർത്ഥമാക്കുന്നു. അതുപോലെ തന്നെ മൾട്ടി ഏജ്ഡ് ട്രീസ്, പല കാലങ്ങളോളം പഴക്കമുള്ള മരങ്ങളും ഡൊമിനന്റ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ളവയാണ് ഫോറസ്റ്റ് റിസോഴ്സ് എന്ന് പറയുന്നത്. ഭൂമിയുടെ മൊത്തത്തിലുള്ള ഏരിയയുടെ 1/3% ഫോറസ്റ്റുകളാൽ കവേർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഉള്ളത്. നമുക്കറിയാം, ഫോറസ്റ്റുകളിൽ നിന്ന് ഒരുപാട് പ്രൊഡക്റ്റുകൾ, അതുപോലെ ഒരുപാട് നാച്ചുറൽ റിസോഴ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തും അവൈലബിൾ ആക്കുന്ന ഒരു റിസോഴ്സ്, നാച്ചുറൽ റിസോഴ്സ് ആയിട്ടാണ് ഫോറസ്റ്റിനെ കണക്കാക്കുന്നത്. അത്തരത്തിൽ ഫോറസ്റ്റ് റിസോഴ്സുകൾ വളരെ പ്രധാനമായി നമ്മളുടെ എക്കോളജിയുടെ, എക്കോസിസ്റ്റത്തിന്റെ ഭാഗമായി പരിഗണിക്കപ്പെടുന്ന ഒന്നാണ്. അത്തരത്തിൽ ഫോറസ്റ്റ് റിസോഴ്സുകളെ എന്താണ് എന്നും ഫോറസ്റ്റ് റിസോഴ്സിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് വഴി എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫോറസ്റ്റ് റിസോഴ്സ് സംഭവിക്കുന്നത് എന്നുമൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനോട് ബന്ധപ്പെട്ട് പറയേണ്ട ഒരു ടേമാണ് ഡീഫോറസ്റ്റേഷൻ എന്നുള്ളത്. പലപ്പോഴും നെറ്റ് പരീക്ഷയുടെ ഈ ഒരു അധ്യായത്തിൽ നിന്ന് വരുന്ന കോസസ് അല്ലെങ്കിൽ റീസൺസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ ഓപ്ഷനായി ഡീഫോറസ്റ്റേഷൻ എന്നൊരു ടേം നമുക്ക് കാണാൻ സാധിക്കും. ഡെഫിനിഷൻ ഓഫ് ഡീഫോറസ്റ്റേഷൻ ഈസ് ഇറ്റ് ഈസ് ദി പർപ്പസ്ഫുൾ ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ് ലാൻഡ് എന്നുള്ളതാണ്. എന്താണ്? മനഃപൂർവമായി ഫോറസ്റ്റ് നിലനിൽക്കുന്ന പ്രദേശത്തെ മനഃപൂർവമായി ഇല്ലായ്മ ചെയ്യുന്നതിനെയാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് കാടോ മരങ്ങൾ തങ്ങി നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ മരങ്ങളോ ആ കാടുകൾ തന്നെയോ ഇല്ലാതാക്കി അവയെ കൃഷിയിടങ്ങളാക്കുക, അതേപോലെ തന്നെ നഗരവൽക്കരണം നടത്തുക, മറ്റ് മനുഷ്യരുടെ ആവശ്യവുമായി ഉപയോഗിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് വനനശീകരണം അഥവാ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഒരു ഭൂമിയുടെ ടോട്ടൽ ഏരിയയുടെ 1/3% കാടുകളാണ് എന്നുള്ളത്.
അപ്പൊ പലപ്പോഴും ആ കാട് ഇല്ലാതാക്കുക എന്ന് അല്ലെങ്കിൽ അതിനെ പരിവർത്തനപ്പെടുത്തുക എന്നുള്ളതാണ് ഡീഫോറസ്റ്റേഷൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ ഡീഫോറസ്റ്റേഷൻ നടത്തുന്നത് വഴി നമ്മളുടെ എക്കോളജിയെ മൊത്തത്തിൽ മോശമായി ബാധിക്കുകയും അതനുസരിച്ച് പല തരത്തിൽ മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയെ കൂടി അവ ബാധിക്കുകയും ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള ഡിഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസിന് കാരണമാകുന്ന കുറച്ച് കോസസ് ഉണ്ട്. അവ ഏതൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പോപ്പുലേഷൻ എക്സ്പ്ലോയിഷൻ ആണ്. അതായത് ജനസംഖ്യാ വർധനവ് സംഭവിക്കുമ്പോൾ നമുക്ക് നിലവിലുള്ള പ്രദേശത്തിൽ പരിമിതി ഉണ്ടാവുകയും തൽഫലമായി കൂടുതൽ കാടുകളിലേക്ക് മനുഷ്യർ തന്റെ അധിവാസ പരിധിയെ വിപുലപ്പെടുത്തുകയും ചെയ്യുന്നതുണ്ട്. അതേപോലെ തന്നെ ഫോറസ്റ്റ് ഫയേഴ്സ്, കാട്ടുതീ ഉണ്ടാവുന്ന ഒരവസ്ഥ. കാട്ടുതീ ഉണ്ടാകുന്ന സമയത്ത് മനഃപൂർവമോ അല്ലാതെയോ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ കൂടി കാട്ടുതീ ഉണ്ടാകാം. മനുഷ്യരുടേതോ ആയ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ നാച്ചുറലായോ കാട്ടുതീ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ അത്തരത്തിൽ ഉള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ പറയുന്നത് പോലെ മരങ്ങളും അവിടുത്തെ ആവാസ വ്യവസ്ഥയും മൊത്തത്തിൽ നശിക്കാനുള്ള ഇടവരാറുണ്ട്. ദെൻ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ, ടിംബർ ഹാർവെസ്റ്റിംഗ് ഒക്കെ ഡീഫോറസ്റ്റേഷന് കാരണമാകുന്നതാണ് എന്ന് ഓർക്കുക. ഇത്തരത്തിൽ പല കാലങ്ങളിൽ പല പ്രദേശങ്ങളിൽ ഡീഫോറസ്റ്റേഷൻ നടക്കുകയും അവിടെ മൊത്തത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥയെ ബാധിക്കുന്ന തരത്തിൽ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിന് മാറ്റങ്ങൾ വരികയും ഒക്കെ ചെയ്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇവയെല്ലാം കൺസർവ് ചെയ്യുന്നതിനു വേണ്ടി സ്റ്റേറ്റ് വൈഡ് ആയിക്കോട്ടെ, നേഷൻ വൈഡ് ആയിക്കോട്ടെ, ഇന്റർനാഷണൽ വൈഡ് ആയിക്കോട്ടെ, പലതരത്തിലുള്ള മൂവ്മെന്റ്സ് സംഘടിപ്പിക്കുകയും അവയെല്ലാം ഒരു പരിധി വരെ വിജയമാക്കുകയും ചെയ്തിട്ടുണ്ട്. നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് റിസോഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷന്റെ കോസസുകളും അതേപോലെ തന്നെ അവയോടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് നടന്നിട്ടുള്ള ചില എക്കോളജിക്കൽ മൂവ്മെന്റ്സിനെയും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും ഇവ ക്രോണോളജിക്കൽ ഓർഡറിൽ അടയാളപ്പെടുത്തുക എന്നൊക്കെ തരത്തിൽ നെറ്റ് പരീക്ഷയിൽ ക്വസ്റ്റ്യനുകൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ത്യയെ മുൻനിർത്തി, അതായത് ഫോറസ്റ്റ് കൺസർവേഷൻ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു ടോപ്പിക്കിന് കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ചില മൂവ്മെന്റ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടവ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായും വർഷം ഓർക്കുക, ഏതൊക്കെ പ്രദേശങ്ങളിൽ ഇത് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ അത് ലീഡ് ചെയ്തത് ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ എന്തായിരുന്നു ഈ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നതിനുള്ള കോസസ് അല്ലെങ്കിൽ റീസൺസ് എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. The major and first is ചിപ്കോ മൂവ്മെന്റ്. ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു എൻവയോൺമെന്റൽ കൺസർവേഷൻ ഓർ ഫോറസ്റ്റ് കൺസർവേഷൻ മൂവ്മെന്റ് ആണ്. 1973 ഈ ഒരു മൂവ്മെന്റ് നടന്നിട്ടുള്ളത്. നടന്ന സ്ഥലം എന്ന് പറയുന്നത് റേനി, അതായത് ചമോലി ഡിസ്ട്രിക്ട്, ഉത്തരാഖണ്ഡിലെ ചമോലി ഡിസ്ട്രിക്റ്റിൽ 1973 ഏപ്രിലാണ് ചിപ്കോ മൂവ്മെന്റ് നടന്നിട്ടുള്ളത്. ചിപ്കോ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഹഗ് ചെയ്യുക, ടു ഹഗ് എന്നുള്ള ഇംഗ്ലീഷ് വേർഡിൽ നിന്നാണ് ചിപ്കോ എന്നുള്ള വാക്ക് കടന്നു വന്നിട്ടുള്ളത്. It is the movement that involved hugging trees to prevent them from being cut down by loggers. അതായത് മരങ്ങൾ വെട്ടിമുറിക്കുന്നതിൽ നിന്ന് അവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യർ അവരെ ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു ചിപ്കോ മൂവ്മെന്റ്. ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് നോൺ വയലന്റ് പ്രൊട്ടസ്റ്റ് ബേസ്ഡ് ഓൺ ഗാന്ധിയൻ ഐഡിയോളജി. ഗാന്ധിജിയുടെ തിയറി അനുസരിച്ച് സംഭവിച്ചിട്ടുള്ള ഒരു നോൺ വയലന്റ് പ്രൊട്ടസ്റ്റ് ആണ്. ഒരു അഹിംസ മാധ്യമത്തിൽ കൂടി നടക്കുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. The prominent leaders of ചിപ്കോ മൂവ്മെന്റ് are നമുക്കറിയുന്ന സുന്ദർലാൽ ബഹുഗുണ,
ഗൗര ദേവി, സുരക്ഷ ദേവി, സുദേശ ദേവി, ബജ്നി ദേവി, ചാണ്ടിപ്രസാദ് ഭട്ട് എക്സെട്ര. പ്രൊമിനന്റ് ലീഡേഴ്സിനെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൽ ആ ഒരു പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരും തന്നെ, അതായത് ബോത്ത് മെൻ ആൻഡ് വുമൻസ് ആർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് പ്രൊട്ടസ്റ്റ്. The primary reason behind the movement was excess deforestation, which resulted in the disastrous Alakananda river floods in July 1970. 1970 അളകനന്ദ റിവറിൽ ഉണ്ടായിട്ടുണ്ട് ഉയർന്ന വെള്ളപ്പൊക്കം ഈ പ്രദേശങ്ങളെ എല്ലാം വളരെ അല്ലെങ്കിൽ പ്രളയം ഈ ഒരു പ്രദേശത്തെ മൊത്തം മോശമായി ബാധിക്കുകയും അത് സംഭവിച്ചത് ഇവിടെ ഇത്തരത്തിലുള്ള ഡീഫോറസ്റ്റേഷൻ വഴിയാണ് എന്ന് തിരിച്ചറിഞ്ഞ ജനങ്ങൾ അവയ്ക്ക് എതിരായിട്ട് നടന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് എന്നുള്ള നിലയ്ക്കാണ് 1973 ചുപ്കോ മൂവ്മെന്റ് വരുന്നത്. അപ്പം നാഷണലി അല്ലെങ്കിൽ ഇന്റർനാഷണലി ഈ ഒരു മൂവ്മെന്റിന് വളരെ അറ്റൻഷൻ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മെയിനായി അതായത് ഡിഫോറസ്റ്റേഷൻ ആൻഡ് കൊമേഴ്ഷ്യൽ ലോഗിംഗ് ഓൺ ദി എൻവയോൺമെന്റ് ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റിയെ മുൻനിർത്തി ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യുന്നതിന് വേണ്ടി ചിപ്കോ മൂവ്മെന്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിപ്കോ മൂവ്മെന്റിന്റെ സക്സസ് എന്തിലേക്ക് നയിച്ചു എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എൻവയോൺമെന്റൽ പ്രൊട്ടസ്റ്റ് ആയിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിലേക്കും 1988 ദ നാഷണൽ ഫോറസ്റ്റ് പോളിസിയിലേക്കും റിസൾട്ട് ചെയ്തത് ചിപ്കോ മൂവ്മെന്റ് ആണ്. ഓർത്തു വെക്കാം, 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിലേക്കും 1988 നാഷണൽ ഫോറസ്റ്റ് പോളിസിയിലേക്കും അവയുടെ ഒക്കെ രൂപീകരണത്തിലേക്കൊക്കെ നയിച്ചത് ചിപ്കോ മൂവ്മെന്റ് ആയിരുന്നു എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ചിപ്കോ മൂവ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിൽ നടന്നിട്ടുള്ള മോസ്റ്റ് ഫേമസ് എൻവയോൺമെന്റൽ പ്രൊട്ടസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് സൈലന്റ് വാലി മൂവ്മെന്റ്. നമുക്കറിയാം, നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള സൈലന്റ് വാലി നാഷണൽ പാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് അല്ലെ. പാലക്കാട് ജില്ലയിൽ, കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ 1973 നടന്നിട്ടുള്ള മൂവ്മെന്റ് ആണ് സൈലന്റ് വാലി മൂവ്മെന്റ് ടു പ്രൊട്ടക്ട് ദി ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. നാഷണൽ പാർക്കാണ്. ആ ഒരു നാഷണൽ പാർക്കിന്റെ ആ ഒരു ട്രോപ്പിക്കൽ എവർഗ്രീൻ നിശബ്ദ വന എന്നൊക്കെ നമ്മൾ പറയുന്ന സൈലന്റ് വാലി എന്നൊക്കെ പറയുന്ന അതിനെ കൺസർവ് ചെയ്യുന്നതിന് വേണ്ടി നടന്നിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു ഇത്. സൈലന്റ് വാലി ഈസ് ഫേമസ് ഫോർ എ യുണീക് എക്കോസിസ്റ്റം ദാറ്റ് ഈസ് ഹോം ടു മെനി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ. നമുക്കറിയുന്ന അല്ലെ സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങിനെയൊക്കെ നമ്മൾ കാണുന്നത് പലപ്പോഴും സൈലന്റ് വാലിയുടെ അടയാളമായിട്ടാണ്. സൈലന്റ് വാലി, കേരളത്തിൽ സൈലന്റ് വാലിയിൽ മാത്രമാണ് കൂടുതലായും സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. 1929 എന്തുകൊണ്ട് ഈ മൂവ്മെന്റ് ഉണ്ടായി എന്നുള്ള ഒരു ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. 1929 ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലം മുതൽക്ക് തന്നെ സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന കുന്തിപ്പുഴയിൽ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസിന് അല്ലെങ്കിൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് അവിടെ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ സാധ്യമായ ഒരു പ്ലേസ് ഉണ്ട് എന്നുള്ളത് ബ്രിട്ടീഷുകാർ തന്നെ തിരിച്ചറിയുകയും 1958 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEB അവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന്റെ പ്ലാൻ പ്രൊപ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സാങ്ഷൻ ആയത് 1973 അപ്പൊ ഈ പ്രൊപ്പോസൽ കാടിന്റെ ഉള്ളിൽ ഒരു പോയിന്റിലാണ് ഡാം കെട്ടി അവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു മൂവ്മെന്റിലേക്ക് വരുന്നത്. ഇത് ആഫ്റ്റർ എഫക്റ്റ് ആയി ഈ ഒരു പ്രോജക്റ്റിന്റെ ഒരേ സമയം ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്, പക്ഷെ ആഫ്റ്റർ എഫക്റ്റ് ആയി ഇത് അവിടുത്തെ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റിയെ ഇല്ലാതാക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് 1970s മുതൽ തന്നെ സൈലന്റ് വാലി മൂവ്മെന്റ് ഒക്കർ ചെയ്യുന്നത്. അപ്പം സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് വാസ് ഫസ്റ്റ് സ്റ്റാർട്ടഡ് ബൈ ദി ലോക്കൽ പീപ്പിൾ. ആദ്യം ലോക്കൽ പീപ്പിൾസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഇത് ലീഡ് ബൈ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആൻഡ് സുഗതകുമാരി. നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള കവയിത്രി സുഗതകുമാരി ഒക്കെ ഈ ഒരു പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ഇതിന് വളരെ എൻവയോൺമെന്റൽ അറ്റൻഷൻ സീക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫലമായി ഗവൺമെന്റ് പാസിംഗ്
an act regarding the Silent Valley Protection Area known as Protection of Ecological Balance Act of 1979. അതായത് സൈലന്റ് വാലി മൂവ്മെന്റിന്റെ ആഫ്റ്റർ എഫക്ട് എന്തൊക്കെയായിരുന്നു എന്ന് കഴിഞ്ഞാൽ 1970 പ്രൊട്ടക്ഷൻ ഓഫ് ഇക്കോളജിക്കൽ ബാലൻസ് ആക്ട്, സൈലന്റ് വാലിയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ആക്ട് 1979 ഗവൺമെന്റ് പാസ്സാക്കുന്നതിലേക്ക് ഈ ഒരു ആക്ട് കാരണമായി എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ആഫ്റ്റർ എഫക്ട്സ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് വൈഷ്ണോയി മൂവ്മെന്റ്. വൈഷ്ണോയി മൂവ്മെന്റ് ആണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള, ഇന്ത്യയിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള എൻവോൺമെന്റൽ മൂവ്മെന്റ്. ഇത് നടന്നത് 1730-ലാണ്. പ്രധാനമായിട്ടും എന്തായിരുന്നു അതിന്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് സേക്രഡ് ഹെജ്രി ട്രീസ്. അതായത് രാജസ്ഥാനിലെ ഹെജ്രി വില്ലേജിലെ ഒരു മർവാർ റീജിയൻ ആണ്. ഈ ഹെജ്രി റീജിയനിലെ ഹെജ്രി എന്ന് പറയുന്ന മരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൈഷ്ണോയി മൂവ്മെന്റ് വരുന്നത്. അപ്പം എൻവോൺമെന്റൽ കൺസർവേഷൻ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ, ഗ്രീൻ ലിവിംഗ് എന്നീ ഐഡിയകളെ എല്ലാം മുൻനിർത്തി ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും ആദ്യത്തെ മൂവ്മെന്റ് ആയി അറിയപ്പെടുന്നത് വൈഷ്ണോയി മൂവ്മെന്റ് ആണ് എന്ന് ഓർക്കുക. ഇത് ലീഡ് ചെയ്തിട്ടുള്ളത് അമൃത ദേവി ആയിരുന്നു. 1730 കിങ് അഭയ് സിംഗ്, ജോധ്പൂരിലെ കിങ് ആയിരുന്നു അഭയ് സിംഗ്. അദ്ദേഹം തന്റെ പടയാളികളോട് ഈ ഖെജ്രി വില്ലേജിലെ അവിടെ ഒരു റോയൽ പാലസ് പണിയുന്നതിന് വേണ്ടി ഖെജ്രി വില്ലേജിലെ മരങ്ങളെല്ലാം മുറിക്കാൻ ഓർഡർ ചെയ്തു. അമൃത ദേവി ഒരു ഗ്രാമത്തിലെ ഫീമെയിൽ വില്ലേജർ ആയിരുന്നു. തങ്ങൾ ആരാധിക്കുന്ന മരങ്ങൾ വെട്ടിമുറിക്കുന്നത് കാണുകയും അത് തങ്ങളുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ തങ്ങൾ ജീവിക്കുന്ന തങ്ങളുടെ വിശ്വാസവുമായൊക്കെ ബന്ധപ്പെട്ട് അവയെ അവർക്ക് മനസ്സിലാകുകയും അവർ അതിനെ മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയും ഇത് കണ്ട് ആ ഗ്രാമീണർ എമ്പാടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. മരങ്ങളെ കെട്ടിപ്പിടിച്ചത് വിശുദ്ധ മരങ്ങൾ എന്ന് കരുതുന്ന മരങ്ങളായിരുന്നു. അവയെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ടിത്. പക്ഷെ സോൾജിയേഴ്സ് പിന്മാറിയില്ല. ഏതാണ്ട് 300ഓളം മെമ്പേഴ്സിനെ കൊന്ന് അവർ മരങ്ങൾ മുറിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സംഭവത്തിനൊക്കെ ശേഷം രാജാവ് തന്നെ ഇനി മരങ്ങൾ മുറിക്കണ്ട എന്നുള്ള ഒരു പ്രൊക്ലമേഷൻ വരികയും അതനുസരിച്ചാണ് വൈഷ്ണോയി മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന എൻവോൺമെന്റൽ മൂവ്മെന്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അടുത്തത് അപ്പീക്കോ മൂവ്മെന്റ് ആണ്. അപ്പീക്കോ മൂവ്മെന്റ് എന്നുള്ളത് ഉത്തര കന്നഡ റീജിയനിൽ നടന്നിട്ടുള്ള, അതായത് ഷിമോഗോ ഡിസ്ട്രിക്റ്റിൽ നടന്നിട്ടുള്ള 1983 നടന്നിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ്. കൽസ ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റ് ആണ് അപ്പീക്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. കൽസ പ്രോജക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നടന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. അപ്പീക്കോ മൂവ്മെന്റ് ഈസ് നോൺ ആസ് സൗത്ത് ഇന്ത്യസ് ചിപ്കോ മൂവ്മെന്റ്. ദക്ഷിണ ഇന്ത്യയിലെ ചിപ്കോ മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത് അപ്പീക്കോ മൂവ്മെന്റ് ആണ് എന്ന് ഓർക്കുക. ഇത് ലീഡ് ചെയ്തിട്ടുള്ളത് പാണ്ഡുരംഗ ഹെഡ്ജെ ആയിരുന്നു. അതോടൊപ്പം തന്നെ ധാരാളം ലോക്കൽ പീപ്പിൾസും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ എയിം ഓഫ് ദി അപ്പീക്കോ മൂവ്മെന്റ് വാസ് ടു ബാൻ ദി ഫെല്ലിംഗ് ഓഫ് ഗ്രീൻ ട്രീസ്, കൺസർവ് ഓഫ് കൽസ ഫോറസ്റ്റ് എന്നുള്ളതായിരുന്നു. 38 ദിവസത്തോളം ഈ ഒരു മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയും and this forced to the state government to finally take action on the demand of Protestant. അത് പ്രൊട്ടസ്റ്റന്റിന്റെ ആക്ഷനെതിരായിട്ട് അവരുടെ ആവശ്യത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് മാനിക്കുകയും ഈ ഫോറസ്റ്റ് കൺസർവേഷനുള്ള ആക്ട് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞു തന്നെ ചിപ്കോ മൂവ്മെന്റിന് സമാനമായി ഗാന്ധിയൻ മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ് തന്നെയായിരുന്നു അപ്പീക്കോ മൂവ്മെന്റിലും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ഓർക്കുക. അടുത്തത് നർമ്മദ മൂവ്മെന്റ് ആണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ മൂവ്മെന്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മെയിൻ മൂവ്മെന്റ് ആണ്. നർമ്മദ ബച്ചാവോ മൂവ്മെന്റ് took place in മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് സ്റ്റേറ്റുകളിലൊക്കെയാണ് നടന്നിട്ടുള്ളത്. നർമ്മദ നദിയെ ഒഴുകുന്ന പ്രദേശങ്ങളിൽ
ലാർജ് ഡാമുകൾ നിർമ്മിക്കണം, നർമ്മദയിൽ ഡാമുകൾ നിർമ്മിക്കണം എന്നുള്ള ഒരു ആവശ്യത്തിന് കീഴിൽ വരികയും ഏതാണ്ട് 1312 കിലോമീറ്ററോളം നർമ്മദ നദി ഒഴുകുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ഉള്ള ഡാമുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയും അത് പലതരത്തിലുള്ള നമ്മളുടെ ബയോഡൈവേഴ്സിറ്റിയെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി, അതായത് ഡാമുകൾ നിർമ്മിക്കുമ്പോൾ മുറിക്കുന്ന മരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ രൂപം കൊള്ളുന്നത്. ബേദ പട്കറും ബാബ ആംദയും ഒക്കെ ആയിരുന്നു ഈ ഒരു നർമ്മദ മൂവ്മെന്റിന്റെ ലീഡ് ചെയ്തിട്ടുള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പദ്ധതിയാണ് നവധാന്യ മൂവ്മെന്റ്. നവധാന്യ മൂവ്മെന്റ് 1987 വന്ദന ശിവ ഫൗണ്ട് ചെയ്തതാണ്. വിച്ച് പ്രൊമോട്ട് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ഓർഗാനിക് ഫാമിംഗ് ആൻഡ് റൈറ്റ് ഓഫ് ഫാമേഴ്സ് ആൻഡ് പ്രോസസ് ഓഫ് സീഡ് സേവിംഗ് എന്നുള്ളവയൊക്കെയാണ് നവധാന്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ളത്. നവധാന്യ എന്ന് പറയുന്നത് പിന്നീട് ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനായി ഈ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ഓർഗാനിക് ഫാമിംഗ് ഒക്കെ റിലേറ്റഡ് ആയി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായും മാറിയിട്ടുണ്ട്. അപ്പം നവധാന്യ പ്രോജക്റ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇത്തരത്തിൽ എങ്ങനെയൊക്കെയാണ് ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യുന്നത് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയൊക്കെ രൂപം കൊണ്ട് ഇപ്പോഴും ഓൺഗോയിങ് ആയിക്കൊണ്ടിരിക്കുന്ന, അതായത് ഇന്ത്യസ് കളക്റ്റീവ് സോഴ്സ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന രീതിയിൽ സീഡ് കൺസർവേഷനെ ഒക്കെ, സീഡ് സേവിംഗ് കൺസർവേഷനെ ഒക്കെ ആയി റിലേറ്റഡ് ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നവധാന്യ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സേവ് എ സീഡ് എന്നുള്ളത് നവധാന്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു സ്ലോഗൻ ആണ് എന്നും വെക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട ഫോറസ്റ്റ് കൺസർവേഷൻ മൂവ്മെന്റുകളെ പറ്റി ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ത്യയിലെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടുകൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം, അല്ലെ? ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിപ്കോ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കുന്നത്. വിച്ച് എൻഷുവേഴ്സ് ദി കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ദെയർ റിസോഴ്സ്. അത് എന്തായിരുന്നു? എൻഷുവേഴ്സ് ദി കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ദെയർ റിസോഴ്സ്. It enacted by the Parliament of India to control the ongoing deforestation of the forest of India. Deforestation നടക്കുന്നതിനെ എനാക്ട് ചെയ്യുന്ന ആക്ട് ആയിട്ടാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വരുന്നത്. 25th October 1980 ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത്. 5 സെക്ഷനുകളായിട്ടാണ് ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത്. ഇതിനെ 3 തവണ അമെൻഡ്മെന്റ് ചെയ്യുകയും ഒന്നാമത്തെ തവണയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോളിസി കടന്നു വരികയും വരുന്നുണ്ട്. രണ്ടാമത്തെ അമെൻഡ്മെന്റിൽ, അതായത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1992 an act to make provision for the conservation, management and proper use of the forest and watershed, the declaration of forest reserve, cooperative forest and conservation areas, prevention and control of forest fires and for matters connected with those purpose എന്ന് കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2023 ഇതിന്റെ ഒരു പ്രൊപ്പോസ്ഡ് പ്ലാൻ മുന്നോട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ആക്റ്റായി വന്നിട്ടില്ല എന്നുള്ളതും ഓർക്കുക. പ്രൊപ്പോസ്ഡ് പ്ലാൻ ആണുള്ളത്. അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിനെയും അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിനെയും ഫോറസ്റ്റ് കൺസർവേഷൻ റിലേറ്റഡ് ആയി ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഓർഡറുകളെയും ആക്ടുകളെയും ഒക്കെ മോണിറ്റർ ചെയ്യുന്നത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. റിസർവ്ഡ് ഫോറസ്റ്റ് എന്നൊരു ടേം യൂസ് ചെയ്യുന്നതും അത് റിലേറ്റഡ് ആയി എന്തൊക്കെയാണ് റിസർവ്ഡ് ഫോറസ്റ്റിന് കീഴിൽ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 റിലേറ്റഡ് ആയിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പം ഇന്ത്യ എന്ന ഭൂപ്രദേശത്ത് നടക്കുന്ന, അതായത് നമുക്കറിയാം നമ്മുടെ ഏറിയൊരു ഭാഗവും ഫോറസ്റ്റ് തന്നെയാണ്. ഇത്തരം ഫോറസ്റ്റുകളിൽ നടക്കുന്ന നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ ബാധിക്കുന്ന, എക്കോസിസ്റ്റത്തിനെ ബാധിക്കുന്ന ഫോറസ്റ്റ് റിസോഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനെയും അവ ഇല്ലാതാക്കാനുള്ള കൺസർവേഷൻ മൂവ്മെന്റിനെയും പറ്റി, അവയുടെ ആക്ടുകളെ പറ്റിയുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഈ ഒരു പാഠഭാഗം കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു.
കൺസർവേഷൻ മൂവ്മെന്റുകൾ ഓർത്തു വെക്കുക, അത് ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ ഓർത്തു വെക്കുക. ആര് ലീഡ് ചെയ്തു, ഏത് പ്രദേശത്ത് നടന്നു എന്നുള്ളതും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഓർത്തു വെക്കുക. നെറ്റ് പരീക്ഷയിൽ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ മുൻവർഷങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇൻഡെപ്ത് ആയിട്ട് തന്നെ വായിക്കേണ്ട ഒരു വിഷയ മേഖലയാണ്. നെറ്റ് പരീക്ഷയ്ക്ക് മാത്രമല്ല മറ്റ് ജനറൽ ആയിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു വിഷയം കടന്നു വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പഠനത്തിൽ സഹായകമായിരിക്കുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.